നമസ്കാരം, മിഡീസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സൗദിയിലെ കിഴക്കൻ പ്രവിശ്യയിലും പൊതുമാപ്പിന്റെ സേവനങ്ങൾ തുടങ്ങി. 4 ദിവസത്തിനുള്ളിൽ 350 ഇന്ത്യക്കാർക്ക് പൊതുമാപ്പ് ലഭിച്ചു. 10 ദിവസത്തിനകം ഔട്ട് പാസ് ലഭിക്കുമെന്ന് അധികൃതർ. ഏറ്റവും അധികം വിദേശ നിക്ഷേപം ലഭിക്കുന്ന ലോകത്തെ 10 പ്രധാന നഗരങ്ങളിൽ ദുബൈയും. കഴിഞ്ഞ വർഷം ലഭിച്ചത് 255 കോടി ദിർഹത്തിന്റെ നിക്ഷേപം. കൂടുതൽ നിക്ഷേപം ലഭിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ദുബൈക്ക് 7ാം സ്ഥാനം. സ്വതന്ത്ര ഫലസ്തീൻ എന്ന പ്രഖ്യാപിത നയത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് സൗദി ഫലസ്തീൻ അംബാസിഡർ ബാസിം അബ്ദുള്ള. 2 രാഷ്ട്രങ്ങൾ എന്ന പദ്ധതിക്ക് പ്രായോഗിക രൂപം ആവശ്യമാണ്. സമാധാനത്തിനായി എന്ത് വിട്ടുവീഴ്ചയ്ക്കും ഫലസ്തീൻ ജനത തയ്യാറാണെന്നും ബാസിം അബ്ദുള്ള മീഡിയ വണ്ണിനോട്. വാർത്തകൾ വിശദമായി. ഒമാനിൽ പെട്രോളിനും ഡീസലിനും വില കുറഞ്ഞു. M95, M91 എന്നീ ഗ്രേഡുകളിലുള്ള പെട്രോൾ വിലയിൽ 6 പൈസ വീതമാണ് കുറച്ചത്. ഡീസൽ വിലയിൽ 8 പൈസയുടെയും കുറവ് വരുത്തി. 3 മാസത്തിനിടെ ഇതാദ്യമായാണ് ഇന്ധനവിലയിൽ സർക്കാർ കുറവ് വരുത്തുന്നത്. ക്രൂഡ് ഓയിൽ വിലയ്ക്ക് അന്താരാഷ്ട്ര വിപണിയിൽ വില കുറഞ്ഞതിന്റെ ഫലമായാണ് ഇന്ധനവിലയിൽ കുറവ് വരുത്തിയത്. M95 ലിറ്ററിന് 192 പൈസയാണ് ഇന്ന് മുതൽ നൽകേണ്ടത്. M91ന് 180 പൈസയും ഡീസലിന് 200 പൈസയും നൽകണം. 2016 ജനുവരിയിൽ ഇന്ധനവില നിയന്ത്രണം നീക്കിയ ശേഷം പെട്രോളും ഡീസലും രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന വിലയായിരുന്നു കഴിഞ്ഞ മാസം. വിലയിൽ വരുത്തിയ ചെറിയ കുറവ് പണപ്പെരുപ്പത്തിന് ആശ്വാസമാകുമെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഏറ്റവും ഒടുവിലത്തെ കണക്കനുസരിച്ച് ഫെബ്രുവരിയിലെ പണപ്പെരുപ്പത്തിൽ 2.38% വർധനവ് രേഖപ്പെടുത്തിയിരുന്നു. ഉപവിഭാഗങ്ങളുടെ കണക്കെടുക്കുമ്പോൾ 9.33% ഉയർന്ന ഗതാഗത ചെലവാണ് പണപ്പെരുപ്പത്തിലെ വർധനയ്ക്ക് പ്രധാന കാരണമായത്. പഴങ്ങളുടെയും പച്ചക്കറികളുടെയും വിലയിലെ കുറവാണ് ഫെബ്രുവരിയിൽ പണപ്പെരുപ്പം പിടിച്ചു നിർത്തിയത്. M95 ഗ്രേഡ് പെട്രോളിന്റെ ഉയർന്ന വില നിമിത്തം M91ലേക്ക് ഉപയോഗിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നതായും കണക്കുകൾ പറയുന്നു. ഫെബ്രുവരിയിൽ M91ന്റെ വിൽപ്പന മുൻവർഷത്തെ അപേക്ഷിച്ച് 52% വർദ്ധിച്ചത്. M95ന്റെ വിൽപ്പനയാവട്ടെ 13% താഴ്ന്നതായും എണ്ണ പ്രകൃതിവാതക മന്ത്രാലയത്തിന്റെ ഒടുവിലത്തെ കണക്കുകൾ വ്യക്തമാക്കുന്നു. മീഡിയ വൺ, മസ്കത്ത്. ഏറ്റവും അധികം നേരിട്ടുള്ള വിദേശ നിക്ഷേപം ലഭിക്കുന്ന ലോകത്തെ 10 പ്രധാന നഗരങ്ങളുടെ പട്ടികയിൽ ദുബൈ വീണ്ടും ഇടം പിടിച്ചു. പോയ വർഷം 255 കോടി ദിർഹത്തിന്റെ നിക്ഷേപം ആകർഷിച്ച ദുബൈ ലോകത്തെ ഏറ്റവും മികച്ച നിക്ഷേപം ലഭിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ 7ാം സ്ഥാനത്താണ്. 245 പുതിയ നിക്ഷേപ പദ്ധതികൾ ഈ കാലയളവിൽ ഉണ്ടായതായി ദുബൈ കിരീടാവകാശിയും എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം വ്യക്തമാക്കി. പുത്തൻ നിക്ഷേപ സംരംഭങ്ങളുടെ എണ്ണത്തിലും പ്രവർത്തനത്തിലും ലണ്ടനും സിംഗപ്പൂരിനും തൊട്ടുപിന്നിലായി ദുബൈ ഉണ്ടെന്ന് ദുബൈ ഇൻവെസ്റ്റ്മെന്റ് ഡെവലപ്മെന്റ് ഏജൻസി പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു. തന്ത്രപ്രധാന പദ്ധതികളിലാണ് 60% പുത്തൻ നിക്ഷേപവും ഉണ്ടായിരിക്കുന്നത്. നേരിട്ടുള്ള വിദേശ നിക്ഷേപം ഏറെയും പശ്ചാത്തല വികസനം, സ്മാർട്ട് സേവനങ്ങൾ എന്നീ മേഖലകളിലാണ്. കാനഡ, ബ്രിട്ടൻ, ഫ്രാൻസ്, സ്പെയിൻ, അമേരിക്ക എന്നീ രാജ്യങ്ങളാണ് മൂലധന നിക്ഷേപത്തിൽ മുന്നിൽ. അമേരിക്ക, ബ്രിട്ടൻ, ജർമ്മനി, ഇറ്റലി എന്നീ വൻ വികസിത രാജ്യങ്ങൾക്കൊപ്പം ഇന്ത്യയും FDI പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വ്യവസായത്തിനും വിനോദസഞ്ചാരത്തിനും നിക്ഷേപത്തിനും അനുയോജ്യമായ നഗരമായി ദുബൈയുടെ മുന്നേറ്റം UAE പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹ്യാന്റെയും വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബൈ ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെയും സുസ്ഥിര വികസന ദർശനത്തിന്റെ ഫലപ്രാപ്തിയാണെന്ന് ഷെയ്ഖ് ഹംദാൻ അഭിപ്രായപ്പെട്ടു. അതിനൂതന സാങ്കേതിക വിദ്യകളിലൂന്നിയ 100-ലധികം സ്റ്റാർട്ടപ്പുകൾക്കാണ് ദുബായ് കേന്ദ്രമായിരിക്കുന്നത്. ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് തുടക്കമിടാനും വികസിച്ച് വിദേശത്തേക്ക് വ്യാപിക്കാനും ഏറ്റവും അനുയോജ്യമായ കേന്ദ്രമായി ദുബായിയെ കാണുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മീഡിയ വൺ, ദുബായ്. സൗദിയിലെ കിഴക്കൻ പ്രവിശ്യയിലും പൊതുമാപ്പിന്റെ സേവനങ്ങൾ ആരംഭിച്ചു. 4 ദിവസത്തിനുള്ളിൽ 350ഓളം ഇന്ത്യക്കാരാണ് പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തി നാട്ടിലേക്ക് മടങ്ങാൻ മുന്നോട്ട് വന്നത്. എംബസി ഉദ്യോഗസ്ഥരോടൊപ്പം വിവിധ സംഘടനകളുടെ വളണ്ടിയർമാരും ഹെൽപ്പ് ഡെസ്കിന്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. സൗദി സർക്കാർ പ്രഖ്യാപിച്ച പൊതുമാപ്പ് തുടങ്ങി 4 ദിവസത്തിനുള്ളിൽ ദമാം ഇന്ത്യൻ സ്കൂളിൽ പ്രവർത്തിക്കുന്ന പ്രത്യേക സഹായ കേന്ദ്രത്തിൽ 346 ഇന്ത്യക്കാരാണ് നാട്ടിലേക്ക് മടങ്ങാൻ ഔട്ട് പാസിന് അപേക്ഷ നൽകിയത്. ഹുറൂബായവരും വീട്ടുജോലിക്കാരുമാണ് ഇവിടെ എത്തിയവരിൽ അധികവും. ഹുറൂബായ 200 പേരാണ് ഔട്ട് പാസിന് അപേക്ഷ നൽകിയത്. താമസ, തൊഴിൽ, അതിർത്തി സുരക്ഷാ നിയമങ്ങൾ ലംഘിച്ച് രാജ്യത്ത് തങ്ങുന്നവരും അപേക്ഷകരുടെ കൂട്ടത്തിലുണ്ടെന്ന് ദമാം ഹെൽപ്പ് ഡെസ്കിലെ ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥർ പറഞ്ഞു. രാവിലെ 9 മുതൽ വൈകിട്ട് 4 വരെയാണ് സ്കൂളിൽ കൗണ്ടറുകൾ പ്രവർത്തിക്കുക. ഔട്ട് പാസിനുള്ള അപേക്ഷ ഇവിടെ പൂരിപ്പിച്ച് നൽകാം. അത് റിയാദിലെ എംബസിയിലേക്ക് അയക്കും. ഔട്ട് പാസ് കൈപ്പറ്റാൻ നേരിട്ട് ഹാജരാവാനുള്ള സമയം അപേക്ഷ നൽകുമ്പോൾ നിശ്ചയിച്ചു കൊടുക്കുന്നുണ്ട്. ഔട്ട് പാസ് ലഭിക്കാൻ പരമാവധി 10 ദിവസമാണ് സമയമെടുക്കുക. എംബസി ഉദ്യോഗസ്ഥരെ സഹായിക്കാൻ വിവിധ സംഘടനകളുടെ വളണ്ടിയർമാർ രംഗത്തുണ്ട്. ഇതിനു പുറമെ വിവിധ മുഖ്യധാരാ സംഘടനകളുടെ നേതൃത്വത്തിൽ നിരവധി സേവന കേന്ദ്രങ്ങളും അന്വേഷണ കൗണ്ടറുകളും പ്രവർത്തിക്കുന്നുണ്ട്. ദമാമിന് പുറമെ ജുബൈൽ ഉൾപ്പെടെയുള്ള പ്രവിശ്യയിലെ ഇതര ഭാഗങ്ങളിൽ ഞായറാഴ്ച മുതൽ സേവന കേന്ദ്രങ്ങൾ ആരംഭിക്കും. മുഹമ്മദ് ഷരീഫ്,
മീഡിയ 1 ദമാം. സ്വതന്ത്ര ഫലസ്തീൻ എന്ന പ്രഖ്യാപിത നയത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് സൗദിയിലെ ഫലസ്തീൻ അംബാസിഡർ ബാസിം അബ്ദുള്ള. 2 രാഷ്ട്രങ്ങൾ എന്ന പദ്ധതിക്ക് പ്രായോഗിക രൂപം ആവശ്യമാണെന്നും സമാധാനത്തിനു വേണ്ടി എന്ത് വിട്ടുവീഴ്ചയ്ക്കും ഫലസ്തീൻ ജനത തയ്യാറാണെന്നും റിയാദിൽ മീഡിയ 1 നൽകിയ അഭിമുഖത്തിൽ അംബാസിഡർ വ്യക്തമാക്കി. സമാധാന ശ്രമങ്ങൾക്ക് ഫലസ്തീൻ ജനത എന്നും സന്നദ്ധരാണ്. ഖുദ്സാസ്ഥാനമായുള്ള സ്വതന്ത്ര ഫലസ്തീനാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതേസമയം നെതന്യാഹു മുന്നോട്ട് വെക്കുന്ന തലതിരിഞ്ഞ ഫോർമുലകൾ അംഗീകരിക്കാനാവില്ല. ലോകരാജ്യങ്ങൾ മുന്നോട്ട് വെക്കുന്ന സമാധാന ഉടമ്പടികൾ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അതിന് പ്രായോഗിക നടപടികൾ സ്വീകരിക്കാൻ ഇസ്രായേൽ സന്നദ്ധമാകണമെന്നും ഫലസ്തീൻ എംബസിയിൽ മീഡിയ 1 അനുവദിച്ച അഭിമുഖത്തിൽ അംബാസഡർ ബാസിം അബ്ദുള്ള വ്യക്തമാക്കി. وسنستمر نحمل السلام كاستراتيجية لنا جميعا. استراتيجية السلام دولة فلسطينية مستقلة ذات سيادة وعاصمتها القدس الشريف، حيث لا توطين ولا توطن ولا وطن بديل في أي مكان في هذا العالم. യാസർ അറഫാത്തിന്റെ കാലം മുതൽ ഇന്ത്യയും ഇന്ത്യൻ ജനതയും ഫലസ്തീൻ സമാധാന ശ്രമങ്ങൾക്കൊപ്പം നിന്നവരാണ്. ഇതിന് ഇന്ത്യയോടും ഇന്ത്യൻ ജനതയോടും വലിയ തോതിൽ നന്ദിയുള്ളവരാണ് ഞങ്ങളെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. والتقدير للهند رئيسا وحكومة وشعبا. الشعب الهندي الذي يقف مع فلسطين دائما. ഷെയ്ഖ് അഹമ്മദ് യാസീന്റെ ഉൾപ്പെടെ ഫലസ്തീൻ മണ്ണിന് വേണ്ടിയുള്ള രക്തസാക്ഷ്യങ്ങൾ പാഴാകില്ലെന്നും ഖുദ്സാസ്ഥാനമായുള്ള സ്വതന്ത്ര ഫലസ്തീൻ എന്ന സ്വപ്നം പൂവണിയാനുള്ളതാണെന്നും അംബാസഡർ പങ്കുവച്ചു. KCM അബ്ദുള്ള, മീഡിയ 1, റിയാദ്. ഏപ്രിൽ 1 മുതൽ റോമിംഗ് നിരക്ക് കുറച്ചതായി ഇത്തിസലാത്ത് മൊബൈൽ ഫോൺ സേവന കമ്പനി അറിയിച്ചു. ഫോൺ വിളി, SMS, ഡാറ്റ എന്നിവയ്ക്കുള്ള റോമിംഗ് നിരക്കുകളാണ് കുറച്ചത്. വരിക്കാർക്കും പോസ്റ്റ് പെയ്ഡ് വരിക്കാർക്കും ആനുകൂല്യം ലഭിക്കും. ബഹ്റൈൻ, കുവൈത്ത്, ഒമാൻ, ഖത്തർ, സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ഡാറ്റ ഉപയോഗം, UAE-യിലേക്കുള്ള ഫോൺ വിളി, SMS എന്നിവയ്ക്ക് 35% വരെ നിരക്കിളവ് അനുവദിച്ചതായി ഇത്തിസലാത്ത് വ്യക്തമാക്കി. GCC രാജ്യങ്ങളിൽ നിന്ന് മിതമായ നിരക്കിൽ റോമിംഗ് സേവനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് ടെലികോം റെഗുലേറ്ററി അതോറിറ്റിയുമായി ചേർന്നാണ് പുതിയ നിരക്കുകൾ അവതരിപ്പിച്ചതെന്നും കമ്പനി അധികൃതർ പറഞ്ഞു. *177# ടൈപ്പ് ചെയ്തോ ഇത്തിസലാത്ത് മൊബൈൽ ആപ്ലിക്കേഷൻ മുഖേനയോ UAE-യിൽ നിന്നും മറ്റ് GCC രാജ്യങ്ങളിൽ നിന്നും റോമിംഗ് സേവനങ്ങൾ സ്വീകരിക്കാനാകും. മീഡിയ 1, ദുബായ്. ഗതാഗത മന്ത്രിയായി കുട്ടനാട് MLA തോമസ് ചാണ്ടി സത്യപ്രതിജ്ഞ ചെയ്തു. രാജ്ഭവനിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ ഗവർണർ ജസ്റ്റിസ് P. സദാശിവമാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. മുഖ്യമന്ത്രി, മന്ത്രിമാർ, രാജിവെച്ച AK ശശീന്ദ്രൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. മലപ്പുറം ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലായതിനാൽ UDF നേതാക്കൾ ആരും ഉണ്ടായിരുന്നില്ല. VS അച്യുതാനന്ദനും BJP നേതാക്കളും ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നു. പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമുള്ള 2ാമത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങാണ് രാജ്ഭവനിൽ നടന്നത്. 3 മണിയോടെ ചടങ്ങിൽ പങ്കെടുക്കാനുള്ള രാഷ്ട്രീയ മത നേതാക്കളും പാർട്ടി പ്രവർത്തകരും എത്തിയിരുന്നു. 4 മണിക്ക് ഗവർണർ ജസ്റ്റിസ് P. സദാശിവം വേദിയിലെത്തി. തോമസ് ചാണ്ടിയായ ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തി നിർവഹിക്കുന്നു. ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യും. തുടർന്ന് പ്രമുഖർ അനുമോദിച്ചു. ഗവർണറുടെ പതിവ് ചായ സൽക്കാരത്തിന് ശേഷം സെക്രട്ടേറിയറ്റിലെ ഓഫീസിലെത്തി തോമസ് ചാണ്ടി ചുമതല ഏറ്റെടുത്തു. സത്യപ്രതിജ്ഞ കാണാൻ തോമസ് ചാണ്ടിയുടെ ഭാര്യയും മക്കളും മരുമക്കളും എത്തി. മീഡിയ 1, തിരുവനന്തപുരം. ഗതാഗത മന്ത്രിയായി തോമസ് ചാണ്ടി മന്ത്രിസഭയിലെത്തുമ്പോൾ അത് കുവൈത്ത് മലയാളികൾക്കും അഭിമാനത്തിന് വക നൽകുന്നു. കുവൈത്തിൽ വിപുലമായ ബിസിനസ് ശൃംഖലയുള്ള തോമസ് ചാണ്ടി നാട്ടിലും രാഷ്ട്രീയ രംഗത്തും അറിയപ്പെടുന്നത് തന്നെ കുവൈത്ത് ചാണ്ടി എന്നാണ്. 1975-ൽ കുവൈത്തിൽ ബിൽഡിംഗ് മെറ്റീരിയൽ കമ്പനിയിൽ ഡിവിഷൻ മാനേജറായാണ് തോമസ് ചാണ്ടി പ്രവാസ ജീവിതം ആരംഭിച്ചത്. ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് മാത്രമായി ഒരു സ്കൂൾ എന്ന ആവശ്യം മനസ്സിലാക്കി വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടന്ന അദ്ദേഹം 1984-ൽ സ്വന്തമായി സ്കൂൾ ആരംഭിച്ചു. കുവൈത്തിലെ അബ്ബാസിയയിലുള്ള യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂൾ, ജാബ്രിയ ഇന്ത്യൻ പബ്ലിക് സ്കൂൾ, സാൽമിയ ഇന്ത്യൻ പബ്ലിക് സ്കൂൾ, പെട്രോകെമിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്ന ഓഷ്യാനിക് ജനറൽ ട്രേഡിംഗ് കമ്പനി, ഹൈഡൈൻ സൂപ്പർ മാർക്കറ്റ്, ഹോട്ട് ബ്രെഡ്സ് ബേക്കറി എന്നിവ തോമസ് ചാണ്ടിയുടെ ബിസിനസ് സംരംഭങ്ങളിൽ പ്രധാനപ്പെട്ടതാണ്. സൗദി അറേബ്യയിലെ ജിദ്ദയിലുള്ള അൽ അഹ്ലിയ സ്കൂളും ഇദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലാണ്.
കുവൈത്തിലെയും സൗദിയിലെയും സ്കൂളുകളിലായി 15,000-ഓളം കുട്ടികൾ പഠിക്കുന്നു. കുവൈത്തിലെ സ്ഥാപനങ്ങളിൽ മാത്രം 600-ഓളം പേർ ജോലി ചെയ്യുന്നുണ്ട്. നാട്ടിൽ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന തോമസ് ചാണ്ടി കുവൈത്തിലും കോൺഗ്രസ് സംഘടനകളുമായി ബന്ധപ്പെട്ടും നേതൃത്വം നൽകിയും പ്രവർത്തിച്ചു. NCPയിൽ ചേർന്നതിനു ശേഷവും കുവൈത്തിൽ കോൺഗ്രസ് അനുഭാവികളുടെ സംഘടനയിൽ രക്ഷാധികാരിയായി ഏറെക്കാലം പ്രവർത്തിച്ചിട്ടുണ്ട്. ഇടക്കാലത്ത് കുവൈത്ത് ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂളുമായി ബന്ധപ്പെട്ട കേസിൽ ഉൾപ്പെട്ടു. പ്രതിസന്ധികൾ മറികടന്ന് വിജയത്തിലെത്തിയ ചരിത്രമുള്ള തോമസ് ചാണ്ടിയുടെ അനുഭവ സമ്പത്ത് നാടിന് മുതൽക്കൂട്ടാകുമെന്ന പ്രതീക്ഷയാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പുലർത്തുന്നത്. മീഡിയ 1 കുവൈറ്റ് സിറ്റി. തിരക്കുകൾക്കിടയിലും കുവൈത്തിലെത്തുമ്പോൾ സാധാരണക്കാരായ പ്രവാസികളുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ സമയം കണ്ടെത്തിയിരുന്ന നേതാവായിരുന്നു തോമസ് ചാണ്ടി. നഴ്സിംഗ് മേഖലയിൽ അടക്കമുള്ള മലയാളികളുടെ പ്രശ്നങ്ങളിൽ സജീവ ഇടപെടലുകൾ നടത്തിയിരുന്ന അദ്ദേഹത്തിന്റെ സ്ഥാനലബ്ധിയിൽ ഏറെ ആഹ്ലാദിക്കുന്നതും കുവൈത്തിലെ കേരളം എന്നറിയപ്പെടുന്ന അബ്ബാസിയയിലെ മലയാളികളാണ്. മധുരം വിതരണം ചെയ്താണ് അബ്ബാസിയക്കാർ ചാണ്ടിയുടെ സത്യപ്രതിജ്ഞ ആഘോഷമാക്കിയത്. ഇവരുടെ ചാണ്ടി സാർ ഇന്ന് ഗതാഗത വകുപ്പ് മന്ത്രിയാണ്. ഈ സന്തോഷം ലഡു വിതരണം ചെയ്തുകൊണ്ട് ആഘോഷിക്കുകയാണ് അദ്ദേഹത്തിന്റെ സ്ഥാപനമായ ഹോട്ട് ബ്രെഡ്സിലെ തൊഴിലാളികൾ. സാർ മന്ത്രിയായതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. സാറിന്റെ ഇത്രയും കാലത്തെ രാഷ്ട്രീയ ജീവിതത്തിന്റെ ഇടയ്ക്ക് സാറിന് ഈ മന്ത്രിയാകാനായിട്ടുള്ളത് കിട്ടിയതിൽ വലിയ സന്തോഷമുണ്ട്. പുള്ളി തന്നെ ആവണമെന്ന് ഞങ്ങൾ എല്ലാവരും പല പ്രാവശ്യവും ദൈവത്തോട് തന്നെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇപ്പോൾ 10-11 വർഷമായി ചാണ്ടി സാറിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പല നാട്ടിലായാലും ഇവിടെ ആയാലും വളരെ സഹായം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫാണ് ഞങ്ങൾ. മന്ത്രിപദത്തിലെത്തിയതിൽ ഒരുപാട് സന്തോഷിക്കുന്നു. ഞങ്ങളൊരു പ്രവാസിയായതിലും സന്തോഷിക്കുന്നു. അതിനുപരി ഒരു കുട്ടനാട്ടുകാരൻ എന്ന നിലയിലും ഞങ്ങൾ എല്ലാവരും സന്തോഷിക്കുന്നു. കുട്ടനാട് ഞങ്ങളുടെ മന്ത്രിയെ കിട്ടി ഞങ്ങൾക്ക് ഭയങ്കര ഭാഗ്യമായിട്ടിരിക്കുകയാണ്. ഞങ്ങളുടെ നാട്ടിൽ വികസനങ്ങളുണ്ടാവും. അയലോക്കാരനാണ്. ഞങ്ങൾക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ മുതലാളി ജയിച്ച് മന്ത്രിയായതിന്. സ്വന്തം കുടുംബത്തിൽ നിന്ന് എൻ്റെ ഒരു മൂത്ത ജ്യേഷ്ഠ സഹോദരൻ ആയതുപോലെ എനിക്ക് തോന്നുകയാണ്. അത്രയധികം സന്തോഷമുണ്ട്. ഈ സ്കൂളിനും ഞങ്ങളുടെ എല്ലാ സ്ഥാപനത്തിൻ്റെയും അനുമോദനങ്ങൾ സാറിനെ അറിയിക്കുന്നു. കുവൈത്തിലെ അബ്ബാസിയിൽ നിന്നും മുനീർ അഹമ്മദ്, മീഡിയ 1. വാർത്തകളിലേക്ക്. ഷാർജ വ്യവസായ മേഖല 4-ലെ കടയിൽ വെള്ളിയാഴ്ച പുലർച്ചെയുണ്ടായ വാതക ചോർച്ചയെ തുടർന്ന് ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെട്ട 88 പേർ ഷാർജ, അജ്മാൻ ആശുപത്രികളിൽ ചികിത്സ തേടി. ഇവരിൽ 5 പേരൊഴികെ ബാക്കി എല്ലാവരും ശനിയാഴ്ച ആശുപത്രി വിട്ടു. ഹൃദയ സംബന്ധമായ പ്രശ്നം നേരിട്ട 28 വയസ്സുള്ള പാകിസ്ഥാനി കുവൈത്ത് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. ഇന്ത്യ, നേപ്പാൾ, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള 162 പേർക്കാണ് ക്ലോറിൻ വാതക ചോർച്ചയെ തുടർന്ന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായത്. സ്ഥാപനത്തിനെതിരെ പോലീസ് കേസെടുത്തു. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് സൗദി വടക്കൻ റെയിൽവേ സർവീസ് മുടങ്ങി. റിയാദ്, മജ്മ, അൽഖസീം റൂട്ടിലാണ് ശനിയാഴ്ച സർവീസ് മുടങ്ങിയത്. അൽഖസീം മേഖലയിലുണ്ടായ മഴയും കാലാവസ്ഥാ വ്യതിയാനവും കാരണമാണ് സർവീസ് റദ്ദാക്കിയതെന്ന് സൗദി അറേബ്യൻ റെയിൽവേ അധികൃതർ അറിയിച്ചു. ഞായറാഴ്ച ട്രെയിനുകൾ സാധാരണ പോലെ സർവീസ് നടത്തും. മുടങ്ങിയ യാത്രക്കാർക്കുള്ള ടിക്കറ്റ് സംഖ്യ തിരിച്ചു നൽകുമെന്ന് അധികൃതർ അറിയിച്ചു. ഫെബ്രുവരി അവസാനത്തിലാണ് റിയാദിനും അൽ ഖസീമിനുമിടയ്ക്ക് റെയിൽവേ സർവീസ് ആരംഭിച്ചത്. അതേസമയം റിയാദ് ദമാം റൂട്ടിലെ ട്രെയിൻ സർവീസ് മുടക്കമില്ലാതെ നടന്നു. ദുബൈയിൽ നിർമ്മാണ സ്ഥലത്ത് വീണ്ടും തീപിടുത്തം. ദുബൈ ലാൻഡ്സിലെ മോട്ടോർ സ്പോർട്സ് കേന്ദ്രമായ ദുബൈ ഓട്ടോഡ്രോമിന് പുറകുവശത്തെ നിർമ്മാണ സൈറ്റിലാണ് തീപിടുത്തമുണ്ടായത്. ആളപായമില്ല. തൊഴിലാളികളുടെ താമസ കേന്ദ്രങ്ങൾ, ഓഫീസുകൾ, നിർമ്മാണ സാമഗ്രികൾ സൂക്ഷിച്ചിരുന്ന സ്ഥലം എന്നിവ ഉൾപ്പെടുന്ന പ്രദേശമാണ് ഇത്. രാവിലെ 10:25 തീ പടർന്നു. വൈകാതെ അഗ്നിശമന സേനയെത്തി തീയണച്ചു. സൗദിയിലെ പ്രമുഖ ബാങ്കായ സാംബയുടെ ഓൺലൈൻ സേവനങ്ങൾ തടസ്സപ്പെട്ടത് കാരണം ഉംറ വിസ അനുവദിക്കുന്നത് മുടങ്ങി. സാങ്കേതിക പ്രശ്നങ്ങൾ കാരണമാണ് ബാങ്കിന്റെ സേവനങ്ങൾ 4 ദിവസമായി മുടങ്ങിയത്. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർക്ക് വിസ അനുവദിക്കുന്നതിന് മുമ്പായി കമ്പനികൾക്ക് പണമടച്ച് ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്താൻ സാധിച്ചില്ല. ഇതോടെയാണ് മാർച്ച് 29 മുതൽ വിസ അനുവദിക്കുന്നത് നിലച്ചത്. വിവിധ ഗ്രൂപ്പുകൾ ചാർട്ടേഡ് വിമാനങ്ങൾ അടക്കം ബുക്ക് ചെയ്ത് കാത്തിരിക്കുന്നതിനിടെയാണ് അപ്രതീക്ഷിത സംഭവമുണ്ടായത്. ഇന്ന് വൈകുന്നേരത്തോടെ പ്രശ്നം പരിഹരിച്ചതായി സാംബ അധികൃതർ അറിയിച്ചു. നാളെ മുതൽ വിസ അനുവദിക്കുന്നത് പുനരാരംഭിച്ചേക്കും. അമേരിക്കയിലേക്കുള്ള യാത്രക്കാർക്ക് വിമാനത്തിൽ ലാപ്ടോപ്പും സൗജന്യ വൈഫൈ സേവനവും ഉറപ്പുവരുത്തി ഖത്തർ എയർവേസ്. ദോഹയിൽ ഉൾപ്പെടെ നഗരങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് ലാപ്ടോപ്പ് കൊണ്ടുവരാൻ വിലക്കേർപ്പെടുത്തിയ സാഹചര്യത്തിലാണ് ഖത്തർ എയർവേസിന്റെ പുതിയ തീരുമാനം. സേവനം അടുത്തയാഴ്ച മുതൽ ലഭ്യമാകും. അമേരിക്കൻ ആഭ്യന്തര സുരക്ഷാ വിഭാഗം മാർച്ച് 21 മുതൽക്കാണ് ദോഹ ഉൾപ്പെടെ 9 നഗരങ്ങളിൽ നിന്ന് US-ലേക്കുള്ള നോൺ സ്റ്റോപ്പ് വിമാനത്തിൽ ലാപ്ടോപ്പ് ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയത്. തീവ്രവാദി ഗ്രൂപ്പുകൾ യാത്രാ വിമാനങ്ങളെ ലക്ഷ്യം വെക്കുന്നുവെന്ന രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ടുകൾ മുൻനിർത്തിയായിരുന്നു ഈ മുൻകരുതൽ. വിലക്ക് യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിച്ച സാഹചര്യത്തിൽ വിമാനത്തിനുള്ളിൽ ഉപയോഗിക്കാനായി താൽക്കാലികമായി ലാപ്ടോപ്പ് നൽകാൻ ഖത്തർ എയർവേസ് തീരുമാനിക്കുകയായിരുന്നു. അമേരിക്കയിലേക്കുള്ള തങ്ങളുടെ എല്ലാ വിമാനങ്ങളിലും ബിസിനസ് ക്ലാസ്സിലെ യാത്രക്കാർക്കാണ് ലാപ്ടോപ്പും വൈഫൈ സൗകര്യവും സൗജന്യമായി നൽകുന്നത്. ബോർഡിങ്ങിന് മുമ്പായി ഗേറ്റിൽ നിന്ന് ലാപ്ടോപ്പ് ലഭിക്കും.
എല്ലാ യാത്രക്കാർക്കും 1 മണിക്കൂർ സൗജന്യ വൈഫൈയും $5 നിരക്കിൽ പ്രത്യേക വൈഫൈ പാക്കേജും നൽകുന്നുണ്ട്. അടുത്തയാഴ്ച മുതൽ ഈ സേവനം ലഭ്യമായി തുടങ്ങും. മൊബൈൽ ഫോണും മെഡിക്കൽ ഉപകരണങ്ങളും ഒഴികെയുള്ള ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഹാൻഡ് ബാഗിൽ സൂക്ഷിക്കാൻ പാടില്ലെന്ന US വിലക്കിന് താൽക്കാലിക പരിഹാരമാവും ഖത്തർ എയർവേസ് നടപടി. മുജീബ് റഹ്മാൻ, മീഡിയ 1, ദോഹ. ജലസംരക്ഷണത്തിനായി യൂത്ത് ഇന്ത്യ ബഹ്റൈനിൽ നടത്തിയ 1 മാസം നീണ്ട ക്യാമ്പയിൻ സമാപിച്ചു. വിവിധ പ്രദേശങ്ങളിൽ സംഘടിപ്പിച്ച പരിപാടികളിൽ നിരവധി യുവാക്കൾ പങ്കെടുത്തു. ജലം നിർണിതമാണ് എന്ന പേരിൽ യൂത്ത് ഇന്ത്യ ബഹ്റൈനിൽ മാർച്ച് മാസക്കാലം ജലബോധവൽക്കരണ മാസമായാണ് ആചരിച്ചത്. ജലക്ഷാമം, വരൾച്ച, മഴ, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ എന്നീ വിഷയങ്ങൾ ചർച്ചയാക്കി നിരവധി പരിപാടികൾ ക്യാമ്പയിൻ കാലത്ത് സംഘടിപ്പിച്ചു. മനാമ, മുഹറക്, റിഫ എന്നിവിടങ്ങളിലായി യൂത്ത് മീറ്റുകൾ, ഫോട്ടോ പ്രദർശനം, സെൽഫി കോർണർ, കലാപരിപാടികൾ, വിവിധ ബോധവൽക്കരണ പരിപാടികൾ എന്നിവ നടന്നു. കാലിക പ്രസക്തമായ പല വിഷയങ്ങളിലും യൂത്ത് ഇന്ത്യ വിവിധ പരിപാടികൾ ആവിഷ്കരിക്കാറുണ്ട്. ഈ ഒരു കാലഘട്ടത്തിൽ വലിയ പ്രസക്തമായൊരു വിഷയമാണ് ജലത്തെക്കുറിച്ചുള്ളത്. അതുകൊണ്ട് ജലം നിർണിതമാണ് എന്ന തലക്കെട്ടിൽ യൂത്ത് ഇന്ത്യ ബഹ്റൈന് വിവിധ മേഖലകളിൽ പരിപാടികൾ സംഘടിപ്പിച്ചു വരുന്നുണ്ട്. ഗഫൂളിലെ സ്വിമ്മിംഗ് പൂളിൽ സംഘടിപ്പിച്ച നീന്തൽ മത്സരത്തിൽ നിരവധി യുവാക്കൾ പങ്കെടുത്തു. പ്രസിഡന്റ് TK ഫാജിസ്, ജനറൽ സെക്രട്ടറി VK അനീസ്, ബിൻഷാദ്, യൂനുസ് സലീം തുടങ്ങിയവർ നേതൃത്വം നൽകി. സിറാജ് പള്ളിക്കര, മീഡിയ 1, ബഹ്റൈൻ. ഇന്ത്യൻ സോഷ്യൽ ക്ലബ് സലാല എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ മൻപ്രീത് സിംഗ് പാനലിന് ആധിപത്യം. വിജയിച്ച 12 അംഗങ്ങളിൽ 9 പേർ മൻപ്രീത് സിംഗ് പക്ഷക്കാരാണ്. സനാതന പക്ഷത്തിന് 3 പേരെയാണ് വിജയിപ്പിക്കാനായത്. 510 വോട്ടർമാരിൽ 426 പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. അതിൽ 19 വോട്ട് അസാധുവായി. മൻപ്രീത് സിംഗ് 279, സനാതനൻ 242 നേടി എക്സിക്യൂട്ടീവിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വോട്ടായ 322 ലഭിച്ചിരിക്കുന്നത് അജിത്തിനാണ്. ഇവരെ കൂടാതെ മോഹൻദാസ് MK, രമേഷ് കുമാർ KK, ഹൃദയ എസ് മേനോൻ, രാകേഷ് കുമാർ ഝാ, ഹരികുമാർ, മോഹൻദാസ് തമ്പി, ബിനോയ് ജോസഫ്, MP സന്തോഷ്, ഗിരീഷ് കുൽക്കർണി എന്നിവരാണ് വിജയിച്ച മറ്റുള്ളവർ. KJ ജോർജ് റിട്ടേണിംഗ് ഓഫീസറായിരുന്നു. മസ്കറ്റ് സോഷ്യൽ ക്ലബിലെ CM സർദാറും മിനിസ്ട്രിയിലെ ഉദ്യോഗസ്ഥരും സംബന്ധിച്ചു. തെരഞ്ഞെടുക്കപ്പെട്ട 12 എക്സിക്യൂട്ടീവ് അംഗങ്ങളിൽ 9 പേർ മലയാളികളാണ്. അടുത്ത ദിവസം നടക്കുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കും. മീഡിയ 1, സലാല. ജീവകാരുണ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന തണൽ സലാലയുടെ 5ാം വാർഷികത്തോടനുബന്ധിച്ച് സ്നേഹസായാഹ്നം സംഘടിപ്പിക്കുന്നു. ഏപ്രിൽ 7-ന് ഇന്ത്യൻ സോഷ്യൽ ക്ലബ് മൈതാനിയിൽ നടക്കുന്ന പരിപാടി പ്രമുഖ വ്യവസായി കൊച്ചൌസേബ് ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്യും. 7 മണിക്ക് ആരംഭിക്കുന്ന സാംസ്കാരിക സായാഹ്നത്തിൽ മീഡിയ 1 MAT മൂസ ഫെയിമുകളായ വിനോദ് കോവൂർ, സുരഭി എന്നിവർ സംബന്ധിക്കും. വിവിധ കലാപരിപാടികളും അരങ്ങേറും. വാർത്താ സമ്മേളനത്തിൽ രക്ഷാധികാരി K സനാതനൻ, പ്രസിഡന്റ് AK കലാധരൻ, കരുണൻ, ദീപക് എന്നിവർ പങ്കെടുത്തു. മസ്കത്തിൽ പയ്യന്നൂർ ഫെസ്റ്റ് ഈ മാസം 7-ന് നടക്കും. ഫെസ്റ്റ് ഇന്ത്യൻ എംബസി സെക്കൻഡ് സെക്രട്ടറി നീലു റോഹ്റ ഉദ്ഘാടനം ചെയ്യും. വ്യത്യസ്തമായ കലാപരിപാടികളുടെ അകമ്പടിയോടെയാകും ഈ വർഷത്തെ ഫെസ്റ്റ് അരങ്ങിലെത്തുക. സിനിമ, നാടകവേദിയിലെ സാന്നിധ്യമായ മഞ്ജുളൻ പയ്യന്നൂർ സംവിധാനം നിർവഹിച്ച മഴപ്പാട്ട് എന്ന നാടകമാണ് പ്രധാന ആകർഷണം. സ്റ്റാർ മജാൻ കഫേ റെസ്റ്റോറൻറ്റിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പയ്യന്നൂർ സൗഹൃദവേദി പ്രസിഡന്റ് ബാബു, ജനറൽ സെക്രട്ടറി മോഹനൻ കൊടക്കാട്ട്, വൈസ് പ്രസിഡന്റ് UC രവി, ട്രഷറർ രഘുനാഥ്, കൾച്ചറൽ സെക്രട്ടറി രാജീവ് മാടായി, ലേഡീസ് കോർഡിനേറ്റർ ഉഷ രവീന്ദ്രനാഥ്, നാടക സംവിധായകൻ മഞ്ജുളൻ എന്നിവർ പങ്കെടുത്തു. ഖുർആൻ വഴികാട്ടുന്നു എന്ന പേരിൽ തനിമ സൗദി തലത്തിൽ സംഘടിപ്പിക്കുന്ന ക്യാമ്പയിന് തുടക്കമായി. ജിദ്ദയിൽ നടന്ന ചടങ്ങിൽ തനിമ കേന്ദ്ര പ്രസിഡന്റ് CK മുഹമ്മദ് നജീബ് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. വിശുദ്ധ ഖുർആനിൽ നിന്ന് പ്രകാശം സ്വീകരിച്ച് കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ സമൂഹം കരുത്തു നേടണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഹൈദർ അലി പടിഞ്ഞാറ്റുമുറി ക്യാമ്പയിൻ വിശദീകരിച്ചു. സഫറുള്ള മുല്ലോളി അധ്യക്ഷത വഹിച്ചു. അനീസ് KM നന്ദി അറിയിച്ചു. ആർക്കിടെക്ചർ, സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ നിർമ്മാതാക്കളും വിതരണക്കാരുമായ റോയാഡ് ഗ്രൂപ്പിന്റെ ഖത്തറിലെ ആദ്യ ഷോറൂം ദോഹയിലെ നജ്മ നാവിഗേഷൻ പ്ലാസയ്ക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചു. ജാബിർ മുഹമ്മദ്, സദൂൻ മുഹമ്മദ്, റോയാഡ് ഗ്രൂപ്പ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ അഷ്റഫ് കക്കാട് എന്നിവർ ചേർന്നാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. ലുലു റയാൻ MD ഖാലിദ് മിഹ്റാൻ ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങി. റോയാഡ് ജനറൽ മാനേജർ മോഹൻദാസ് മേക്കുന്നത്ത്, സീനിയർ മാനേജർമാരായ മനാസ് ഗാസിം, മുഹമ്മദ് അലി താടയിൽ, PRO കോർഡിനേറ്റർ ജാബിർ അമ്പലക്കണ്ടി തുടങ്ങിയവർ പങ്കെടുത്തു. പെരുമ്പാവൂർ മുടിക്കൽ സ്വദേശി പുളിക്കൽ നദീറ മദീനയിൽ മരിച്ചു. ഉംറ കഴിഞ്ഞ് വ്യാഴാഴ്ച മദീന സന്ദർശനത്തിനെത്തിയതായിരുന്നു ഇവർ. താമസിച്ച ഹോട്ടലിൽ വെള്ളിയാഴ്ച രാത്രിയാണ് മരണം. മൃതദേഹം ജന്നത്തുൽ ബഖിയയിൽ ഖബറടക്കി.
ഇതോടുകൂടി മിഡ് ഈസ്റ്റ് അവർ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കാം. ഇടവേളയ്ക്ക് ശേഷം സ്പെഷ്യൽ എഡിഷന്റെ പുനഃസംപ്രേഷണം കാണാം. ഗുഡ് നൈറ്റ്.